സമയത്ത് ഞാൻ ലക്ഷ്മിനെ വിളിച്ചു. ലക്ഷ്മി നീ വിളിച്ച് അവനോട് പൈസ ആവശ്യപ്പെട്ടോ, നമുക്ക് എന്തായാലും ഇത് സ്ട്രിക്ട്ലി നമുക്ക് പിടിക്കണം. ലക്ഷ്മി ആ സ്പോട്ട് തന്നെ അവനെ വിളിക്കുകയുണ്ടായി. ഒരു സ്ത്രീയെ അപമാനിച്ച്, അതിപ്പോൾ നമുക്ക് ഈ മീഡിയയിലൂടെ അത് വിടാൻ പറ്റത്തില്ല, അത്രമാത്രം രീതിയിൽ. ഇപ്പോൾ സ്ത്രീ BJP വന്നപ്പോൾ ആദ്യം സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ ഏത് രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ അത്ര വലിയ ഹൈ തെറി അവൻ ലക്ഷ്മിയെ വിളിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ആ സമയത്ത് ഇവൻ ആ ബോധമുണ്ട്. അപ്പം ഞങ്ങളത് നെക്സ്റ്റ് ഡേ നമ്മൾ ഓക്കെ വിൽ സി എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. അന്ന് ഉച്ചയാണ് റോയ് സാറിൻ്റെ മരണം. ഞങ്ങളെല്ലാം ബാംഗ്ലൂരിലേക്ക് പോവുകയും ഒരു ദിവസം കഴിഞ്ഞ് ഇത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ്, ബാംഗ്ലൂരിലിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് കോൾ വരുന്നത്, തുമ്പ സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്, നിങ്ങളെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു 7-8 ദിവസത്തേക്ക് ഫ്രീ ആയിരിക്കില്ല, ഞാൻ വരാം, വന്നിട്ട് ഞാൻ കാണാം. ഓക്കെ ശരി വന്നാൽ മതി, ഒന്ന് CA ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാനിപ്പോൾ ഒരു 8 ദിവസത്തേക്ക് എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ വന്നേക്കാം. അതിൽ അദ്ദേഹം നല്ല വിജയകരമായിട്ട് വിദേശിച്ചു. ഇന്നത്തെ സ്റ്റോറിയും ഇൻസ്റ്റാ സ്റ്റോറിയും വാട്സപ്പ് സ്റ്റോറിയും ഒക്കെ ഇങ്ങനെ BGM ഇട്ട് മാസ് അടിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ ഒരു റീസണിലാണ് നമുക്ക് മീഡിയയിലേക്ക് ഇനി എത്താതെ രക്ഷയില്ല, ഇത് പറയാതെ രക്ഷയില്ല. കാരണം ഈ ക്യാമറ വെളിച്ചത്ത് കൊണ്ടുവരാന്നുള്ള. അപ്പോൾ ജാനുവരിയിൽ എൻ്റെ വീട്ടിൽ ഇവൻ പറയുന്നിരിക്കുന്നത് ഞാൻ ഇവനെ ത്രെട്ടൻ ചെയ്തു, ഹണി ട്രാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വീഡിയോ എടുത്തു എന്നാണ് ഇവൻ ഈ പറയുന്ന കാര്യം. ജാനുവരി 1-ാം തീയതി വീണ്ടും എന്നോട് പൈസ ചോദിച്ച ചാറ്റുകൾ ഞാൻ ഇന്ന് പുറത്തു വിടാം. ജാനുവരി 2-നും പിന്നെ ജാനുവരി 3 ഞാൻ 90,000 വീണ്ടും കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ ആവശ്യത്തിന് അവിൽചേട്ടൻ എനിക്ക് അവിടെ പോകാനുള്ളതാണ്, എൻ്റെ 1 രൂപ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതിലൊക്കെ ചാറ്റിലതിലുണ്ട്. 22-ാം തീയതി വീണ്ടും എന്നെ വലിയൊരു പൈസ പറ്റിച്ചു. അത് ഞാൻ എൻ്റെ ലിക്വിഡിറ്റിയിൽ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ലോൺ എടുത്ത് കൊടുക്കുക. ആ ചാറ്റിൽ പറയണ്ട, എൻ്റെ പൊന്നു മോനെ ഞാൻ നിനക്ക് തരികയാണ്, ലോൺ എടുത്തിട്ടാണ്. കാരണം 2 ദിവസത്തേക്ക് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. എനിക്കൊന്ന് നാവി ആപ്പിൽ നിന്നാണ് ഞാൻ ആ ലോൺ എടുത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽ അടക്കം അതിലെ സർവീസ് ചാർജ് പിടിക്കും. സർവീസ് ചാർജ് അടക്കം പിടിച്ചു, അതുകൂടി എനിക്ക് തരണേ. കാരണം 22,000 സർവീസ് ചാർജ് 5 ലക്ഷത്തിന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നീ തരണേ. ചേട്ടാ അത് എടുത്തോ 3 ദിവസത്തേക്ക്. ആ പൈസയ്ക്ക് ഒരു ബ്രേക്ക് വരിക. ആ പൈസ ഇവന് തരാൻ സാധിക്കാതെ വരുന്നപ്പോൾ വഴക്കേ. അപ്പം ഇങ്ങനെ ആ 22-ാം തീയതി ഇവൻ ജാനുവരി 30 വരെ നീട്ടിക്കൊണ്ടുപോയി. 30-ൽ ഞാൻ ബ്ലാസ്റ്റ് ആവാൻ തുടങ്ങി. കാരണം എൻ്റെ ഇത്രയും പൈസ പോയതിൽ ഈ 90,000 ബ്ലോക്കായി, ഈ 5 ലക്ഷം ബ്ലോക്കായപ്പോഴത്തേക്ക് എൻ്റെ 40 ലക്ഷത്തുള്ളിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആകെ പേടിയായിപ്പോയി. കാരണം നമ്മൾ അത്യാവശ്യമുള്ള ഫണ്ട് എടുത്തിട്ട് അത്. അപ്പം ഞാൻ പിന്നെ ചാറ്റ് ഡെഡായി. അന്ന് രാത്രി ഞങ്ങളെ ഡിസ്പ്യൂട്ട് വരികയാണ്. ജാനുവരി 30-ാം തീയതി ഡിസ്പ്യൂട്ട് വരികയാണ്. ആ സമയത്ത് ഞാൻ ലക്ഷ്മിനെ വിളിച്ചു. ലക്ഷ്മി നീ വിളിച്ച് അവനോട് പൈസ ആവശ്യപ്പെട്ടോ, നമുക്ക് എന്തായാലും ഇത് സ്ട്രിക്ട്ലി നമുക്ക് പിടിക്കണം. ലക്ഷ്മി ആ സ്പോട്ട് തന്നെ അവനെ വിളിക്കുകയുണ്ടായി. ഒരു സ്ത്രീയെ അപമാനിച്ച്, അതിപ്പോൾ നമുക്ക് ഈ മീഡിയയിലൂടെ അത് വിടാൻ പറ്റത്തില്ല, അത്രമാത്രം രീതിയിൽ. ഇപ്പോൾ BJP വന്നപ്പോൾ ആദ്യം സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഏത് രീതിയിൽ ഏത് രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ അത്ര വലിയ ഹൈ തെറി അവൻ ലക്ഷ്മിയെ വിളിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് ഇവൻ ആ ബോധമുണ്ട്. അപ്പം ഞങ്ങളത് നെക്സ്റ്റ് ഡേ നമ്മൾ ഓക്കെ വിൽ സി എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. അന്ന് ഉച്ചയാണ് റോയ് സാറിൻ്റെ മരണം. ഞങ്ങളെല്ലാം ബാംഗ്ലൂരിലേക്ക് പോവുകയും ഒരു ദിവസം കഴിഞ്ഞ് ഇത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ്, ബാംഗ്ലൂരിലിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് കോൾ വരുന്നത്, തുമ്പ സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്, നിങ്ങളെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു 7-8 ദിവസത്തേക്ക് ഫ്രീ ആയിരിക്കില്ല, ഞാൻ വരാം, വന്നിട്ട് ഞാൻ കാണാം. ഓക്കെ ശരി വന്നാൽ മതി, ഒന്ന് CA ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാനിപ്പോൾ ഒരു 8 ദിവസത്തേക്ക് എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ വന്നേക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തി. അതിനുശേഷം ഒരു പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കോൾ വന്നില്ല. 1-ാം തീയതി ഇവൻ്റെ മെസ്സേജ് വരാൻ തുടങ്ങി. കാരണം അന്ന് 1-ാം തീയതി തന്നെ ലക്ഷ്മി ഐ ആം സോറി എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷ്മിക്ക് മെസ്സേജ് ചെയ്തു. ലക്ഷ്മി അതിന് തിരിച്ച് മറുപടി കൊടുത്തു. നിന്നെ പോലത്തെ ഒരു വുമണൈസറെ ഞാൻ എന്തായാലും തിരിച്ചുണ്ടോ, ഇനി മേലാൽ നീ എന്നെ മെസ്സേജ് ചെയ്തത്. അതൊന്ന് ലക്ഷ്മി ഒരു വേർഡും ഉപയോഗിച്ചു, കോൺ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം ഉപയോഗിച്ചു. അതിൻ്റെ ചാറ്റൊക്കെ ലക്ഷ്മി പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ 1 മാസത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്മി അതൊന്നും അല്ല, ഞാൻ ലീഗലി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ മെസ്സേജിന് കുറേ മെസ്സേജ്, ബ്രോ ഞാൻ തരാം. കാരണം ചോദിക്കുന്നത് ഇവർക്ക് പൈസ കിട്ടാതെ ആദ്യം കൊടുത്ത് പിന്നെ കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, വീണ്ടും കൊടുക്കാൻ. ഇത് ഡിസ്പ്യൂട്ട് വരുന്നത് ഏറ്റവും എൻഡിലാണ്. ആ ഡിസ്പ്യൂട്ട് വരുന്നത്. എവിടെയാണ് ഡിസ്പ്യൂട്ട് വരുന്നത്? ഈ ഡിസംബറിന് ശേഷമാണ് ഈ ഡിസ്പ്യൂട്ട് ഒക്കെ വരുന്നത്. കാരണം നമ്മളെ മനസ്സിൽ ജാനുവരി 31-ാം തീയതി ഇവൻ തരും. ആ 30-ാം തീയതി ദിവസമാണ്, തലേ ദിവസമാണ് ഇവൻ തരാൻ പറ്റില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത്രയും ഒരു പ്രഷറിലേക്ക് നമ്മളാവുന്നത്.